ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായി സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈസ്റ്ററൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചില്ലേ? ഓരോ സെലിബ്രേഷനുകൾ വരുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടിയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ മനോഹരമായിട്ട് നമുക്ക് കിട്ടൂല വീണ്ടും. അപ്പോൾ ഇനി ഈസ്റ്റർ കഴിഞ്ഞു, ഇനി നമുക്ക് വിഷുവിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. അപ്പോൾ ഈസ്റ്ററൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ഭംഗിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈസ്റ്ററൊക്കെ ആയിട്ട് പാതിരാ കുർബാനയ്ക്കൊക്കെ പോയി മഞ്ഞൊക്കെ കൊണ്ട് നമ്മുടെ ശബ്ദത്തിന് ചെറിയൊരു അടവൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും സാരമൊന്നുമില്ല. ഈസ്റ്ററിന് അന്ന് രാത്രി തന്നെ നമുക്കൊരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നദാൻ ബേബിയുടെ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ താരം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ആൾ നല്ല സന്തോഷത്തോടു കൂടിയാണ് ആ സെലിബ്രേഷനിൽ മുന്നോട്ട് വന്നത്. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഒരു മനോഹരമായ പിറന്നാൾ ആഘോഷങ്ങളിലേക്ക് അഞ്ജലിയും ജോജുവും നദാനും ഒക്കെ കടന്നു വരുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് സാധിച്ചെടുത്തിട്ടുള്ള അവരുടെ ജീവിതത്തിലെ നിമിഷമല്ല. അതിനൊരു ചെറിയ യാത്ര അവരുടെ ലൈഫിലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു യാത്രയാണ് ഞാൻ ഏറ്റവും ആദ്യം നിങ്ങളുടെ മുൻപിൽ വായിക്കുന്നത് എന്നുള്ള ചെറിയൊരു ആശയം നിങ്ങളുടെ മനസ്സിൽ വരാം. പക്ഷെ ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കൊരു സമ്മാനം അഞ്ജലി ജോജു നദാനും അവരുടെ കുടുംബമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധയോടുകൂടി നമ്മുടെ സ്റ്റോറി ഒന്ന് കേട്ടു നോക്കാം. 2025 ഏപ്രിൽ 2 സമയം രാവിലെ ഒരു 11:30 ആയിട്ടുണ്ടാവും. ഡോക്ടർ അഞ്ജലിയോട് ചോദിച്ചു, അഞ്ജലി കുട്ടി വെയിറ്റ് കൂടുതലാണ്, നമുക്ക് സി സെഷൻ പോയാലോ? ഒരു ആത്മനിർവൃതിയോടെ അഞ്ജലി പറഞ്ഞു, ഡോക്ടർ വേഗമായിക്കോട്ടെ. ഏറ്റവും ആദ്യത്തെ ഡെലിവറി ആവുമ്പോൾ ഇത് പലപ്പോഴും കൂടുതലായിട്ട് അമ്മമാർക്കായിരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഏറ്റവും ആദ്യത്തെ ഡെലിവറിയിൽ നമ്മൾ സിസേറിയൻ അല്ല, എന്ത് വലിയ ഓപ്പറേഷൻ ആയാലും കുഴപ്പമില്ല, നമ്മുടെ വയറ്റില് നമ്മൾ 10 മാസം കൊണ്ട് നടന്ന മനോഹരമായിട്ടുള്ള ദൈവത്തിന്റെ ആ ഒരു സൃഷ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ആ നിമിഷത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് വലിയ ഓപ്പറേഷനാണ് നമ്മൾ സന്തോഷത്തോടുകൂടി ധീരതയോടുകൂടി അതിന് സ്ത്രീകൾ മുന്നോട്ട് വരും, തയ്യാറാവും. അത് സഹിക്കാനുള്ള ശക്തിയും നമ്മുടെ പ്രിയപ്പെട്ട അഞ്ജലിക്ക് ഉണ്ടായിരുന്നു. അഞ്ജലിക്ക് കുറച്ച് സിനിമാ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളും ഏറ്റവും ആദ്യമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പലപ്പോഴും സിനിമയിലെ ഡെലിവറി രംഗങ്ങളായിരിക്കും. ഭർത്താവ് ടെൻഷൻ അടിച്ച് ആശുപത്രിയുടെ പുറത്ത് നിൽക്കുന്നു, ഫാമിലി പുറത്ത് നിൽക്കുന്നു, ഭാര്യ ചാറ്റയൊക്കെ പറഞ്ഞ് ലേബർ റൂമിലേക്ക് പ്രവേശിക്കുന്നു, പിന്നെ കുട്ടിയുടെ കരച്ചിൽ. എത്ര പെട്ടെന്നാണല്ലോ എല്ലാം സംഭവിക്കുന്നത് സിനിമയിൽ. പക്ഷെ അതേ ഒരു സങ്കല്പത്തോടു കൂടിയാണ് അഞ്ജലിയും ആ ഒരു ഡെലിവറി ദിവസത്തിലേക്ക് കടന്നു ചെന്നത്. പക്ഷെ അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്നുള്ളത് അധികം വൈകാതെ തന്നെ പ്രിയപ്പെട്ട അഞ്ജലിക്ക് മനസ്സിലായി. വീട്ടിൽ നിന്ന് അഡ്മിറ്റ് ആവാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി സിനിമ പാട്ടൊക്കെ പാടിയിട്ടാണ് അഞ്ജലി കാറിലിരുന്നേട്ട. അപ്പോ അനുഭവസ്ഥയായ അഞ്ജലിയുടെ അമ്മ പറഞ്ഞു, ഇത്ര വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട, ഇത്ര ഭയങ്കരമായ സിനിമാ പാട്ടുകളൊന്നും പാടുന്ന മോളെ, ഭക്തിഗാനങ്ങളൊക്കെ പാടി തുടങ്ങിക്കോ, സംഭവം ചെറുതായിട്ട് സീൻ മാറാൻ പോവാണ് എന്ന് അഞ്ജലിയുടെ അമ്മ പറഞ്ഞു. പക്ഷെ അഞ്ജലി അതൊന്നും കാര്യമാക്കിയില്ല. അഞ്ജലി പണ്ടേ നല്ല ധൈര്യശാലിയാണ്. അപ്പൊ വേദന ഉണ്ടാവും, പ്രസവിക്കും എന്നൊക്കെ അറിയാത്ത സ്ത്രീകൾ ഉണ്ടാവില്ലല്ലോ. അതൊക്കെ എന്ത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി 8 മാസം വരെ നമ്മുടെ പ്രിയപ്പെട്ട അഞ്ജലി ആ കുഞ്ഞിനെ ദാനമായിട്ടിട്ട് ആ ഒരു സന്തോഷത്തോടു കൂടി ജോലിക്കൊക്കെ പോയിരുന്നു. അത്ര ആക്റ്റീവായിട്ടുള്ളൊരു സ്ത്രീ വളരെ സിമ്പിളായിട്ട് പ്രസവിച്ച് പോരും എന്നാണല്ലോ ഒരു പൊതു തത്വം. ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വീട്ടിലെ ജോലികളെ സഹായിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതൊരു സുഖപ്രസവം തന്നെയാണ് എന്ന് നമ്മുടെ നാട്ടുകാരും വാർഡുകാരും പഞ്ചായത്തുകാരും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ എല്ലാവരും ഉറപ്പിച്ച് പറയും. ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് അഞ്ജലിയും ഡോക്ടറെ കാണാനായിട്ട് പോയത്. അങ്ങനെ ഏപ്രിൽ 1-ാം തീയതിയാണ് അഞ്ജലി അഡ്മിറ്റ് ആയത്. ഏപ്രിൽ 1 നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താ ഏപ്രിൽ 1-ാം തീയതിയുടെ പ്രത്യേകത എന്താ പറയോ? അന്നൊരു ഏപ്രിൽ ഫൂളാണ്. അഞ്ജലി എന്ന് പറയുന്ന അമ്മ ഉണർന്നു, 1-ാം തീയതി എൻ്റെ കുഞ്ഞിനെ ഞാൻ ജന്മം കൊടുക്കാം, എൻ്റെ കുഞ്ഞിനെല്ലാവരും കളിയാക്കൂ, ഏപ്രിൽ ഫൂൾ എന്ന് വിളിച്ച്
ഒരുപാട് സങ്കടപ്പെടുവോ? പിന്നീട് ഈ അമ്മ കാരണം ഞാൻ ഏപ്രിൽ 1-ാം തീയതി വന്ന് ജനിച്ചു, ഈ അമ്മ കാരണം ഞാൻ 1-ാം തീയതി വന്ന് ഈ ഭൂമിയിൽ കാലുകുത്തി, വേറെ ദിവസമൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവോ എന്നുള്ളത് ഭയങ്കരമായിട്ട് അഞ്ജലിയെ ടെൻഷൻ അടിപ്പിച്ചു. ആ ടെൻഷൻ അടിപ്പിച്ചാലും അഞ്ജലി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു 12 മണി എന്ന് പറയുന്ന ഒരു സമയം വരെ ഞാൻ പ്രസവിക്കുകയാണ്. അപ്പൊ ആത്മവിശ്വാസത്തോടു കൂടി അഞ്ജലി ലേബർ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർമാരൊക്കെ അടുത്ത് വരുമ്പോൾ അഞ്ജലി മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 1-ാം തീയതി നോക്കണ്ട, ഞാൻ ആ ഭാഗത്തേക്ക്. ആ ഒരൊറ്റ ആത്മവിശ്വാസത്തോടു കൂടി അഞ്ജലി ലേബർ റൂമിൽ ഒരു 12 മണി 11:45 ആയപ്പോൾ അഞ്ജലിക്ക് ഏകദേശം ആശ്വാസമായി. ഇനി ഒരു 15 മിനിറ്റ് കൂടി ഉണ്ട്, അപ്പൊ എന്തായാലും ഏപ്രിൽ 2 ഇപ്പൊ എത്തും എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ 12 മണി കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട അഞ്ജലി ഇതാ പ്രസവിച്ചിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള, നല്ല മിടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞാണ് അഞ്ജലിക്ക് കിട്ടിയത്. അപ്പൊ അഞ്ജലിയുടെ മനസ്സിലെ ഒരു ആൺകുട്ടിയാവും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോ പ്രസവത്തിന് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തും. പണ്ടുള്ള അമ്മമാര് അടുത്തുള്ള വീടുകളിൽ പോയി വെള്ളമുണ്ടുകൾ ശേഖരിക്കുന്ന പ്രിപ്പറേഷൻസ് അതിൽ നിന്നൊക്കെ ഒരുപാട് കാലം വ്യത്യസ്തപ്പെട്ടു. അപ്പൊ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ടർക്കി ടവൽസും കുഞ്ഞുടുപ്പുകളും ഒക്കെ ശേഖരിച്ചപ്പോൾ അതിലൊക്കെ അറിയാതെ ഒരു നീല നിറമുള്ള ടർക്കി ടവലും ഒക്കെ വന്നുപെട്ടു. മൊത്തത്തിൽ ഇപ്പൊ പറയാ നീല എന്ന് പറയുമ്പോൾ ആൺകുഞ്ഞും പിങ്കൊക്കെ വരികയാണെങ്കിൽ അതൊരു പെൺകുഞ്ഞും ആയിരിക്കും എന്നുള്ളൊരു മിത്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത് എങ്ങനെയോ കൃത്യമായിട്ട് അഞ്ജലിയുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് വന്നു. അങ്ങനെ ഡോക്ടർ അഞ്ജലിയോട് പറഞ്ഞു, അഞ്ജലി കൺഗ്രാറ്റ്സ്, ചപ്പി ബേബി ബോയ്, നല്ല മിടുക്കനായിട്ടുള്ള ഒരു ആൺകുട്ടിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. അങ്ങനെ അഞ്ജലിയും ജോജുവും നീണ്ട കാത്തിരിപ്പിന് ശേഷം ദൈവം അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹിച്ച് നൽകിയ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഏപ്രിൽ 2-ാം തീയതി അവരുടെ കൈകളിൽ ഏറ്റുവാങ്ങി. അപ്പോൾ ഏപ്രിൽ 2 ആയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിനതാന്റെ പിറന്നാൾ ആഘോഷം. അപ്പോൾ ക്രിസ്ത്യൻ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളന്ന് വിശുദ്ധ ആഴ്ചയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമ്മൾ ഈസ്റ്റർ ദിവസത്തിന്റെ വൈകുന്നേരത്ത് നമ്മളിങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പറഞ്ഞു കേട്ടപ്പോൾ എത്ര സിമ്പിളായി, എത്ര മനോഹരമായി തോന്നി എങ്കിലും അമ്മമാർക്കൊക്കെ അറിയാം അതിലൂടെ കടന്നു പോകുമ്പോൾ അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ എത്രത്തോളമാണ്, അവരുടെ ത്യാഗം എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ പ്രിയപ്പെട്ട ഓരോ അമ്മമാർക്കും അറിയാം. അമല ആശുപത്രിയിലെ അനോജ് എന്ന് പറയുന്ന ഡോക്ടറാണ് നമ്മുടെ പ്രിയപ്പെട്ട അഞ്ജലിക്ക് ഈ ഒരു കുഞ്ഞിനെ സമ്മാനിക്കുന്ന ആ ഒരു നിമിഷം വരെ അഞ്ജലിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുണ്ടായതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മറ്റൊന്നാണ്. കുഞ്ഞുണ്ടാവുന്ന പ്രശ്നത്തെക്കാൾ വലിയൊരു പ്രശ്നമുണ്ട്. അതെന്ന് പറയുന്നത് കുട്ടിയുടെ പേരിടൽ ചടങ്ങാണ്. അതുവരെ ഒരുപാട് സ്നേഹത്തോടുകൂടി സഹകരണത്തോടുകൂടി ഒരുമിച്ച് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നതും നിമിഷം മുതൽ അപ്പനെയും അമ്മയും തമ്മിലുള്ള ചെറിയ ഒരു ഈഗോയുടെ സമയമാണ്. ഞാൻ ഇടുന്ന പേര് മതി കുട്ടിക്ക്, എൻ്റെ കുട്ടിയാണ്, എൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം പേര്. അപ്പോ അഞ്ജലി പറയും, ആ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വേദനിച്ചത് ഞാനല്ലേ, ടെൻഷൻ അനുഭവിച്ചത് ഞാനല്ലേ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് 2-ാം തീയതി ഞാൻ പ്രസവിച്ചത്, അപ്പൊ ഞാൻ പറയുന്ന പേര് മതി എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അഞ്ജലിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചെറിയ ചെറിയ അടികളായി, അടികൾ വലിയ വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോജു തോൽവി സമ്മതിച്ചിട്ട് പറഞ്ഞു, എന്നാ പിന്നെ എൻ്റെ ഇഷ്ടമുള്ള പേര് തന്നെ നമ്മുടെ മകൻ ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗർഭിണിയായ നിമിഷം മുതൽ അഞ്ജലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മനസ്സിൽ കരുതിയ ഒരു പേരായിരുന്നു ബൈബിളിൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ബർത്തലോമിയ. ബർത്തലോമിയയുടെ വേറൊരു പേരാണ് നഥാനിയേൽ. ഈ പേരിന്റെ ചെറിയ രൂപമാണ് നമ്മളിപ്പോൾ ഈ വേദിയിൽ കാണുന്ന നഥാൻ. അങ്ങനെയാണ് അഞ്ജലിയുടെയും ജോജുവിൻ്റെയും കയ്യിലേക്ക് കുഞ്ഞൻ നഥാൻ എന്നുള്ള പേര് ചേർന്ന് വന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ ഈ കുഞ്ഞു കഥയിൽ നിന്ന് ചെറിയ ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾക്കതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനി ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല. നമ്മൾ ഏറ്റവും സ്നേഹത്തോടു കൂടി കാണാൻ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നദാനെയും അതുപോലെ തന്നെ നദാന്റെ പ്രിയപ്പെട്ട പപ്പയും മമ്മിയെയും നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്നേഹപൂർവ്വം നദാനെ സ്വാഗതം ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു അവർ
bundle of joy. Nathan, please come on to the stage. എല്ലാവരും ചേർന്ന് ഒന്ന് വേദിയിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസമാണ് നദാൻ നമുക്ക് കിങ്ങിയെങ്കിൽ നമ്മുടെ അഞ്ജലിക്കും ജോജുവിന്റെയും ജീവിതത്തിൽ ലൈഫ് ലോങ് അവരുടെ കിങ് എന്ന് പറയുന്ന കുഞ്ഞ് നദാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ അഞ്ജലിയും ജോജുവും കുഞ്ഞു നദാനും ഒക്കെ നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. അഞ്ജലി എനിക്ക് കുറച്ച് അടുത്ത് നല്ല പരിചയമുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് വേലൂര് പള്ളിയിലെ കൊയറിൽ നല്ല രീതിയിൽ പാട്ട് പാടുന്ന മികച്ചൊരു ഗായികയാണ് അഞ്ജലി. അഞ്ജലി പാട്ട് പാടാനൊക്കെ തിരക്ക് പിടിച്ച് സ്കൂട്ടിയുമ വരും, സൈക്കിളുമ വരും. സൈക്കിളുമൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയായിരുന്നു. ഇതെങ്ങനെ ഇവൾക്ക് സാധിക്കുന്നു? സൈക്കിളും ഈ റോട്ടിലൂടെ വേലൂര് പള്ളിയിലേക്ക് വന്നിട്ട് പാട്ട് പാടാൻ ഇവൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ ഞാൻ അതിശയായിട്ട് നോക്കിയിരുന്നു. അപ്പൊ ഇങ്ങനെ പ്രാക്ടീസുകളൊക്കെ വൈകിട്ട് വയ്ക്കുമ്പോൾ ഇവളിങ്ങനെ ഓടിപ്പടഞ്ഞു വരും. അപ്പൊ ഞാൻ ചോദിക്കും എവിടെ പോയിട്ട് അഞ്ജലി നേരം വൈകിയല്ലോ ചോദിക്കുമ്പോൾ ഇന്നൊരു ഡോക്ടറെ കാണാനുണ്ടായിരുന്നു, ഇന്ന സ്ഥലത്താണ് പോയത്, ഞാൻ ഓടി വരികയാണ്. എനിക്ക് ജീവിതത്തിൽ അസൂയ തോന്നിയ അധികം സ്ത്രീകളൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു സ്ത്രീയിൽ അഞ്ജലിയും പെട്ടു. കാരണം എന്റെ വിളി ചെറുതായി വെട്ടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അഞ്ജലിയുടെയും ജോജുവിന്റെയും ജീവിതത്തിൽ 5 വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് അവരുടെ ജീവിതത്തിൽ അവര് ഇപ്പൊ ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞിനത. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം ദൈവത്തിന്റെ സമ്മാനവും. അപ്പൊ മനോഹരമായിട്ടുള്ള സമ്മാനം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചു നേരം കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടെ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത് അതിന്റെ സമയം എത്രത്തോളം നീണ്ടുപോയാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആഗ്രഹം കൃത്യമായി ദൈവം നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ കുഞ്ഞ് നദാൻ. വല്ലതും അറിയുന്നുണ്ടാവും? ഒന്നും അറിയുന്നില്ല. വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ചക്കനെ ഇവിടെ കിടന്ന് കറങ്ങി അടിച്ച് നടക്കുകയാണ് വന്നപ്പോ മുതലേ. അപ്പോ നമുക്കും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ നദാനെ ഓർത്തുകൊണ്ട് നമുക്ക് ഇനി ഈ നദാന്റെ വരവിന് വേണ്ടി ജോജുവും അഞ്ജലിയും എത്രത്തോളം ആഗ്രഹിച്ചിരുന്നോ അതിനേക്കാൾ കൂടുതലായിട്ട് ആഗ്രഹിച്ചവരാണ് അവരുടെ നമ്മുടെ നദാന്റെ ഗ്രാൻഡ് പാരന്റ്സ്. അപ്പൊ നമുക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി ആദ്യം തന്നെ നമുക്ക് ജോജുവിന്റെ ഫാമിലിയാണ് നമ്മുടെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. ജോജുവിന്റെ പ്രിയപ്പെട്ട പപ്പ മിസ്റ്റർ ജോണി ആൻഡ് അമ്മ മിസ്സസ് ബീന ജോണി ആൻഡ് നമ്മുടെ കുഞ്ഞ് നദാന് ഒരു പ്രിയപ്പെട്ട ആന്റി ഉണ്ട് ജിജി ആൻഡ് അങ്കിൾ സച്ചു എന്നിവരെ ഒരുപാട് സ്നേഹത്തോടു കൂടി നിറഞ്ഞ കയ്യടികളോടുകൂടി നമുക്ക് ഈ മനോഹരമായിട്ടുള്ള കൊച്ചുമകന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആദ്യത്തെ ഈ ഒരു വലിയ സെലിബ്രേഷനിലേക്ക് സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. എല്ലാവർക്കും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജോജുവിന്റെ ഫാമിലിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട നദാന്റെ ജോജുവിന്റെ അപ്പച്ചനും അമ്മയും സിസ്റ്ററും ബ്രദറിലോയും എല്ലാവരും വേദിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോ ജോജുവിന്റെ വീട് ഒരു സ്വർഗമാക്കാനായിട്ട് നദാൻ ഒരു വർഷം എത്രയോ അധികം മധുരവും സ്നേഹവും ഒക്കെ വാരി വിതറി കാണില്ലേ വീട്ടില്. അവരുടെ എല്ലാവരുടെയും പൊന്നോമനയാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അഞ്ജലിയുടെ ഫാമിലിയാണ് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യേണ്ടത്. വിത്ത് ഈക്വൽ ലവ് നമുക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി അഞ്ജലിയുടെ പ്രിയപ്പെട്ട പപ്പ മിസ്റ്റർ സേവ്യർ ആൻഡ് അമ്മ മിസ്സസ് വിനീത സേവ്യർ ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട നദാന്റെ അങ്കിൾ അമലിനെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. പ്ലീസ് ടു ബി ഹിയർ ഓൺ ദി സ്റ്റേജ്. ഞാൻ ഇത് പറഞ്ഞില്ലേ, അഞ്ജലിയെ എനിക്ക് കാണുമ്പോൾ ചെറിയൊരു അസൂയൊക്കെ തോന്നി. അത്രയും ആക്റ്റീവാണ് അഞ്ജലി എന്ന്. അങ്ങനെ അഞ്ജലി പ്രഗ്നന്റ് ആയപ്പോൾ അഞ്ജലിയെ കാണാൻ ഞാൻ അഞ്ജലിയുടെ വീട്ടിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അഞ്ജലിയുടെ അമ്മയെ നേരിട്ട് കാണുന്നത്. അഞ്ജലിയുടെ അമ്മയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അഞ്ജലിയേക്കാൾ മിടുക്കിയാണ് അഞ്ജലിയുടെ അമ്മ. അപ്പൊ എവിടെ നിന്നാണ് അഞ്ജലിക്ക് ഇത്രയും മിടുക്കിയാവാൻ സാധിച്ചത് എന്നതിനൊരൊറ്റ റീസൺ എനിക്ക് കുറച്ച് സമയം സംസാരിച്ചപ്പോൾ മനസ്സിലായത് അഞ്ജലിയുടെ അമ്മ വളരെയധികം ആക്റ്റീവായിട്ടുള്ള
ഒരാളാണ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വെള്ളറക്കാട് വയോജന സംഗമം നടക്കുകയായിരുന്നു. അപ്പം അതിനു വേണ്ടി ഒരു വലിയ സഞ്ചി നിറയെ പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് ഓടി പടഞ്ഞിട്ടാണ് അഞ്ജലിയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നത്. അതിനിടയിൽ തിരക്കിനിടയിൽ എന്നോട് സംസാരിക്കുന്നുണ്ട്, പെട്ടെന്ന് ആളെ കാണാതാവുന്നുണ്ട്, വീണ്ടും ഓടി വന്ന് സംസാരിക്കുന്നുണ്ട്, പിന്നെയും ആളെ കാണാതാവുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലായത്, എന്നോട് പറഞ്ഞത് അന്ന് വയോജന സംഗമമാണ്. അപ്പോൾ പെട്ടെന്ന് ആള് പുറത്തു പോയി വലിയ അടുപ്പൊക്കെ തയ്യാറാക്കി പള്ളിയിൽ വേണ്ട സാമ്പാറൊക്കെ തയ്യാറാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഭയങ്കര സ്പീഡായിട്ട്, അതിനിടയിൽ സംസാരങ്ങൾ, സ്നേഹപ്രകടനങ്ങൾ, എനിക്കൊരു ചായ, അങ്ങനെ എല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അമ്മയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അഞ്ജലിയുടെ തട്ടത്താണ് തന്നെ ഇരിക്കും എന്നെനിക്ക് അന്ന് മനസ്സിലായി. അഞ്ജലിയുടെ അമ്മ വെള്ളറക്കാട് പള്ളിയിലെ മതബോധനത്തിന്റെ പ്രധാന അധ്യാപികയായിരുന്നു. അങ്ങനെ അഞ്ജലിയുടെ അമ്മയെ കണ്ട് ആ പരിചയത്തോടു കൂടി ഞാൻ എൻ്റെ വീട്ടിൽ വന്നിങ്ങനെ എൻ്റെ വീട്ടിൽ പറഞ്ഞു, അഞ്ജലിയുടെ അമ്മ വിനീത സേവ്യർ എന്ന് പറയുന്ന ആളാണ് ഞാൻ നേരിട്ട് കണ്ടു പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത് വിനീത സേവ്യർ ആള് പുലിയാണെന്ന്? ഞങ്ങൾക്ക് വിൻസെന്റ് പോലെയുള്ള ആൾക്കാർക്ക് എന്നേ അറിയാം. അത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു അമ്മയാണ് അഞ്ജലിയുടെ. അങ്ങനെ രണ്ടുപേരുടെയും അമ്മയും അപ്പച്ചനും അവരുടെ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഇവരുടെ ഫാമിലി പിക്ചർ ഏറ്റവും മനോഹരമായിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ആ ഒരു ഫാമിലി പിക്ചറിന്റെ മധുരം ഇരക്കാനായിട്ട് ദൈവം അവർക്ക് നൽകിയ വലിയ സമ്മാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞ് നദാൻ. അപ്പോൾ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇനി കാൻഡിൽ ലൈറ്റഡ് ചെയ്തിട്ടാണ് നമ്മുടെ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുക. പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ മനോഹരമായിട്ടുള്ള ഈസ്റ്റർ ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയത്. അങ്ങനെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ നദാനും കുടുംബത്തിലും ഇനിയും പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ നല്ല ദിവസങ്ങൾ ദൈവം സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ഓർമ്മയിൽ സ്നേഹത്തിലേക്ക് നദാനെയും കുടുംബത്തെയും കൊണ്ടുവരാം. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നദാന കുടുംബത്തിന് ചൊരിയപ്പെടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആഘോഷങ്ങളിലൂടെയാണ് കടന്നുപോയതെങ്കിലും പ്രത്യാശയുടെ ദിവസങ്ങളാണ് നമ്മുടെ മനസ്സിലെങ്കിലും ജോജുവിന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് ഉണ്ണീശോയെ പോലെയാണ് നമുക്ക് നദാനെ കാണുമ്പോൾ തോന്നുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് കുഞ്ഞുണ്ണിക്ക് പിറന്നാളിന് മധുരമില്ലാതെ എങ്ങനെയാണ് നമ്മൾ പിറന്നാൾ ആഘോഷിക്കുക? അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ടിംഗ് സെറമണിയാണ്. പ്രിയപ്പെട്ട ജോജു അഞ്ജലിയും ചേർന്ന് നദാന്റെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടു കൂടി പിറന്നാളിന്റെ മനോഹരമായിട്ടുള്ള കേക്ക് കട്ടിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കയ്യടിയോടുകൂടി നദാന്റെ മനോഹരമായ ഒന്നാം പിറന്നാൾ ആഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം പങ്കുചേരാം. ഹാപ്പി ഫസ്റ്റ് ബർത്ത്ഡേ സ്റ്റാർ.
നമ്മുടെ വേദി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈസ്റ്റർ ദിവസമായിട്ടും ഈ മനോഹരമായിട്ടുള്ള സായാഹ്നത്തിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട അഞ്ജലിയോടും ജോജുവിനോടും നദാനോടും സ്നേഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി പതിയെ നമുക്ക് ഓരോരുത്തർക്കും വേദിയിലേക്ക് കടന്നു വന്ന് നദാന് പിറന്നാൾ ആശംസകളൊക്കെ പറയാനും നദാന്റെ കൂടെ നിൽക്കാനും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ്. അപ്പൊ എല്ലാവരും ഏറ്റവും സ്നേഹത്തോടു കൂടി ഒരുമിച്ച് ഫാമിലിയുടെ കൂടെ തന്നെ കടന്നു വരാൻ തയ്യാറായി നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അഞ്ജലി ഒരു മികച്ച ഗായികയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോ അഞ്ജലിയുടെ പ്രിയപ്പെട്ട നദാന് വേണ്ടിയും ഒരു പാട്ട് പാടി കാണും അല്ലെ? ഈ ഒരു വർഷക്കാലത്തിനിടയിൽ എത്രയോ അധികം താരാട്ട് പാട്ടുകളൊക്കെ അഞ്ജലി പാടി കഴിഞ്ഞു കാണും. എങ്കിലും നമുക്ക് വേണ്ടി നദാന് വേണ്ടി ഈ മനോഹരമായിട്ടുള്ള ദിവസം കൂടുതൽ കളർഫുൾ ആക്കാൻ നദാന്റെ പ്രിയപ്പെട്ട അമ്മയെ അഞ്ജലിയെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. അമ്മയുടെ സ്നേഹം മുഴുവൻ നിറച്ച മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട
അഞ്ജലി കുഞ്ഞു നദാന് വേണ്ടി നമുക്ക് വേണ്ടി ഈ വേദിയിൽ ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി ഇനി ഒരു അമ്മയായ അനുഭവത്തെ കുറിച്ച്, ഡെലിവറിയുടെ അനുഭവം എല്ലാവരും കേട്ടു. ഇനി ഒരു അമ്മയായപ്പോൾ ആ ടാസ്കുകൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അഞ്ജലി എന്ന് പറയുന്ന അമ്മ ജനിച്ച അന്ന് മുതൽ പിറന്നാൾ വരെയുള്ളതിൽ നിന്ന് ചുരുക്കി ഒന്ന് പറയാം. ജനിച്ച അന്ന് മുതൽ പിറന്നാൾ വരെ ആണെങ്കിൽ എനിക്ക് കുറേ പേരെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സന്തോഷത്തോടെ ഈ ഒരു വർഷം മുഴുപ്പിച്ചത്. ജനിച്ച ഉടനെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു അമ്മാമ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരുന്നു, തങ്കമ്മാമ. പിന്നെ അത് കഴിഞ്ഞ് പ്രാക്ടീസും കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ജോജുവിൻ്റെ അമ്മ ലീവ് എടുത്ത് 6 മാസം ഇവന് വേണ്ടി നോക്കാനായിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ അമ്മയ്ക്ക് വീണ്ടും കയറാനായപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യും, ഇവരെ ഡേ കെയറിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. ഒന്നെങ്കിൽ ജോലി കളയുക, അല്ലെങ്കിൽ ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അടുത്തത്. അങ്ങനെയാണ് പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി, ആ ചേച്ചി നല്ല സന്തോഷപൂർവ്വം എവിടെ നോക്കാം എന്നുള്ളത് എന്നോട് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അവൻ ആ ചേച്ചിയുടെ ഒപ്പമാണ്. ഇപ്പൊ എനിക്ക് സ്കൂളിൽ കൂട്ടി, ഇപ്പോൾ ഞാനും അവരും ഒരുമിച്ചുണ്ട്. ഇനി ഇത്രയും നാൾ അവിടെ ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പറയുന്ന പോലെ ഡിപ്രഷനും കാര്യങ്ങളൊന്നും ഞാൻ അധികം അനുഭവിച്ചിട്ടില്ല. കാരണം എനിക്ക് ഇവരൊക്കെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് എൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു. മാറുന്ന സിനിമകളും അതുപോലെ ഓരോ സ്ഥലത്തുള്ള പൂരങ്ങളും പെരുന്നാളുകളും ഒന്നും ഞാൻ മിസ്സാക്കിയിട്ടില്ല. 3 മാസത്തിന് മുന്നേ തന്നെ ഞാൻ കുറെ പേര് പറഞ്ഞു 3 മാസം മുന്നേ എവിടേക്ക് പോകരുത്, അത് കഴിഞ്ഞിട്ടാണ് 90 കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ജോജു ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 മാസത്തിന് മുന്നേ തന്നെ, ഏതാണ്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ഇവരുമായിട്ട് ഞങ്ങൾ തൃശ്ശൂർ വരെ പോയി, ജസ്റ്റ് പോയി വന്നു. അതിൻ്റെ ഒരു വീട്ടിലുള്ള ഒരു ബോറടി മാറ്റാനുള്ള ഒരു ഇതിനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് മൈസൂർക്ക് ഒരു ട്രിപ്പ് പോയി. അത് 6-ാം മാസത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ കുറെ പേര് പറഞ്ഞു ഈ സമയത്ത് പോകണ്ട, നിനക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നാലും സപ്പോർട്ടായിട്ട് എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൊല്ലം അങ്ങനെ എനിക്ക് സങ്കടപ്പെടേണ്ട ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല. അത്രയും സന്തോഷപൂർവ്വമായിരുന്നു ഒരു കൊല്ലം തീർന്നത്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഈ ഒരു സമയം ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ കുറെ ഫ്രണ്ട്സ്, പിന്നെ ചേച്ചി എനിക്ക് കുറെ മോട്ടിവേഷൻ തരുമായിരുന്നു. നീ ഒരു കുഴപ്പവും പേടിക്കണ്ട, നീ ഇങ്ങനെ പ്രസവം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നീ ഒരു കുഴപ്പവും പേടിക്കണ്ട, അതൊക്കെ സില്ലിയായിട്ട് പൊക്കോളും എന്നൊക്കെ പറഞ്ഞ് കുറെ മോട്ടിവേഷൻ ചേച്ചി എനിക്ക് തന്നിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ബലത്തിൽ ഞാൻ 1 വർഷം പൂർത്തീകരിച്ചു. ഇനി അങ്ങനെ തന്നെ ആവാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെയാണ് 1 വർഷം കഴിഞ്ഞത്. ഇനിയും പ്രിയപ്പെട്ട അഞ്ജലിക്കും ജോജുവിനും നദാനും അവരുടെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഘടകം. പ്രാർത്ഥനകളിൽ ഓർക്കുക, എന്നും സ്നേഹത്തോടു കൂടി അവര് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ദൈവം അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്കും സ്നേഹപൂർവ്വം ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം അഞ്ജലിയുടെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് അഞ്ജലി കുഞ്ഞു നദാനയും എടുത്ത് മല കയറുന്ന ഒരു സ്റ്റാറ്റസ് കണ്ടത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കുട്ടി എന്നാണോ നടന്ന് മല കയറാൻ പോകുന്നത് അന്ന് ഞാൻ അവിടെ കൊണ്ടുവരാനാണ് എന്നിലുള്ള ബുദ്ധിയുള്ള അമ്മ പ്രാർത്ഥിച്ചത്. കാരണം എനിക്ക് വലിയ വേദനകൾ ഉണ്ടാവരുത്, എൻ്റെ യാത്രയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മല കയറാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിച്ചെടുത്ത് നിന്ന് അഞ്ജലി അതിനേക്കാളൊക്കെ വ്യത്യസ്തമായി ആ കുഞ്ഞു നദാനയെടുത്ത് മലയാറ്റൂരിലെ 14 സ്ഥലങ്ങളും പിന്നിട്ടു. നമ്മുടെ പ്രിയപ്പെട്ട നദാന് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സമ്മാനം എന്ന രീതിയിൽ അങ്ങനെ മലയാറ്റൂർ മലയൊക്കെ കയറി സഹനത്തിന്റെ സ്നേഹത്തിന്റെ ഒരു മാതൃകയൊക്കെ കാണിച്ചൊരു നല്ല മിടുക്കിയായിട്ടുള്ള അമ്മയാണ്. അന്ന് ജോജു ഉണ്ടായിരുന്നില്ലേ കൂടെ? ജോജു വേറൊരു ദിവസമാണ് മല കയറിയതെന്ന് തോന്നുന്നു. ജോജു ഒരിക്കലും സപ്പോർട്ടായിരുന്നില്ല ഞാൻ പോണേനെ.
വേറെ ഒന്നും കൊണ്ടല്ല, വൈകാണ്ടാവും എന്നുള്ള ഒരു ഇത് കൊണ്ടാണ്. പിന്നെ മലയാറ്റൂർക്ക് പോവാന്നുള്ളത് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. അമ്മ പോകണ്ടെന്ന് പറഞ്ഞു, വണ്ടിയിൽ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ പോയതാണ്. ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ജോലി സപ്പോർട്ട് ചെയ്യാത്ത കാരണം വേണ്ട വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ പോവാന്ന് പറഞ്ഞു, അങ്ങനെ പോയതാണ്. ഞാൻ അഞ്ജലിയുടെ സ്റ്റാറ്റസിലുണ്ടപ്പോ ദൈവമേ അഞ്ജലി കുഞ്ഞിനെ എടുത്തിട്ടാണോ മല കയറുന്നത്? പെട്ടെന്ന് ഞാൻ സ്റ്റാറ്റസിൽ നോക്കിയപ്പോ അഞ്ജലിയുടെ അമ്മ. എന്റെ മനസ്സ് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, അഞ്ജലിയുടെ അമ്മയുണ്ടല്ലോ, ധൈര്യമായിട്ട് അവര് മല കയറി ഇറങ്ങി വരും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് ആ സ്റ്റാറ്റസിൽ കണ്ടപ്പോ തോന്നി. അങ്ങനെ കുഞ്ഞു നദാന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അതിനുവേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇവര് രണ്ടുപേരും മാതാപിതാക്കൾ എന്ന രീതിയിൽ ഒരുപാട് സഹകരണത്തോടെ സ്നേഹത്തോടു കൂടി ഈ ഒരു വർഷക്കാലം മുഴുവൻ മുന്നോട്ട് പോയതിന്റെ അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം കൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ദൈവം അവരുടെ ജീവിതത്തിൽ മനോഹരമായിട്ടുള്ള നിദാനെ സമ്മാനിച്ചത്. ആ ലഭിച്ച സമ്മാനത്തിന്റെ ആ മൂല്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അത് ഒരുപാട് സ്നേഹത്തോടു കൂടി ഏറ്റുവാങ്ങി ഒരു വർഷം രണ്ടുപേരും അപ്പനും അമ്മയും കേട്ട് വിജയകരമായിട്ട് അവരുടെ ദാമ്പത്യ ജീവിതം, അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. യേശുവിന്റെ ഒരു ശിഷ്യന്റെ പേരിൽ നിന്നാണ് നഥാൻ എന്ന് പറയുന്ന ഒരു പേര് ഉണ്ടായത് എന്ന് നമ്മൾ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അത് ഏത് ശിഷ്യനാണ് എന്ന് കൃത്യമായിട്ട് സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അറിയുന്ന ആർക്ക് വേണമെങ്കിലും നമ്മുടെ വേദിയിലേക്ക് വന്ന് മറുപടി പറയാം. പറയൂ. നഥാനിയ എന്ന് പറയുന്നത് ശിഷ്യന്റെ പേരല്ല, ഒരു ശിഷ്യന്റെ പേരിൽ നിന്നാണ് ബർത്തലോമി. വളരെ ശരിയായിട്ടുള്ള ഉത്തരാണ്. ബർത്തലോമിയ എന്ന് പറയുന്ന ശിഷ്യന്റെ പേരിൽ നിന്നാണ് നഥാൻ എന്ന് പറയുന്ന പേര് അഞ്ജലിയും ജോജുവും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉത്തരം പറഞ്ഞ ആളുടെ പേര് അപ്പൊ ശ്രീലക്ഷ്മി. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടിയാണ്, 10th സ്റ്റുഡന്റ്. അപ്പൊ മിസ്സിനോടുള്ള സ്നേഹം കൊണ്ടാണ് ശ്രീലക്ഷ്മി ഈ ഒരു ദിവസത്തിലേക്ക് ഇവിടെ എത്തിയത്. അങ്ങനെ ശ്രീലക്ഷ്മി ആദ്യ സമ്മാനവും കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ, അഞ്ജലി മിസ് പഠിപ്പിക്കുന്ന കുട്ടികളൊന്നും അത്ര മോശക്കാരല്ല, വളരെ മിടുക്കരാണ് എന്ന് നമ്മുടെ ശ്രീലക്ഷ്മി ഒന്നും കൂടി നമ്മുടെ വേദിയിൽ തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അമലയിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ അഞ്ജലിയുടെ ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പൊ അമലയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ് അഞ്ജലിയുടെ കുഞ്ഞിന് ജന്മം നൽകാൻ അഞ്ജലിയുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നത്. അത് ഏത് ഡോക്ടറായിരുന്നു? ചേച്ചി ഡോക്ടർ അനോജിന്റെ പേഷ്യന്റ് ആയിരുന്നോ? ഇല്ല. പക്ഷെ കൃത്യമായിട്ട് ഓർത്ത് മനസ്സിലാക്കി പറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ പേരുടെ രജനി ചേച്ചി നമുക്ക് സ്നേഹം. നമ്മുടെ മോഡ് ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷിക്കുന്ന മുഖത്തോടു കൂടി വേദിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം, ആശംസകൾ അറിയിക്കാം, ഒരുമിച്ച് നിന്ന് സന്തോഷം പങ്കുവെക്കുക എന്ന് പറയുന്ന പേരിന് ഒരു മനോഹരമായിട്ടുള്ള അർത്ഥമുണ്ട്. അർത്ഥം അറിയുന്ന ആൾക്ക് സമ്മാനവുമുണ്ട്. കയ്യിലെല്ലാവരുടെ കയ്യിലും ഫോണൊക്കെ ഉണ്ടാവില്ലേ? നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇന്ന് കിട്ടാത്ത യാതൊരുവിധ ഉത്തരങ്ങളും ഈ ഫോണിലില്ല. ജസ്റ്റ് ഒന്ന് ആ അർത്ഥം ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാളത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നൈനികയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നീണ്ടൊരു കാത്തിരിപ്പിന് ശേഷം ദൈവം അഞ്ജലിയുടെയും ജോജുവിന്റെയും ജീവിതത്തിലേക്ക് ഒരുക്കി വെച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള സമ്മാനമായിരുന്നു നദാൻ എന്ന്. നദാൻ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവം ഒരുക്കി വെച്ച മനോഹരമായിട്ടുള്ള സമ്മാനമാണ് നമ്മുടെ കുഞ്ഞ് നദാൻ.